തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വ്യാപാരിയുടെ മരണത്തിൽ നഗരസഭാ കൗൺസിലർക്കെതിരെ ആരോപണം. മൊബൈൽ ഷോപ്പ് വ്യാപാര വ്യവസായി സമിതി പ്രസിഡന്റും നെയ്യാറ്റിൻകര സ്വദേശിയുമായിട്ടുള്ള ദിലീപ് കുമാർ ആത്മഹത്യ ചെയ്തത് കോൺഗ്രസ് കൗൺസിലറുടെ മാനസിക പീഡനം മൂലമാണെന്നാണ് പരാതി. ആത്മഹത്യക്കുറിപ്പിലും കൗൺസിലർക്കെതിരെ പരാമർശമുണ്ട്. അതേസമയം ആരോപണം നിഷേധിച്ച് കൗൺസിലർ രംഗത്തെത്തി. സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. മൊബൈൽ ഷോപ്പ് വ്യാപാര വ്യവസായ സമിതി പ്രസിഡന്റും നെയ്യാറ്റിൻകര സ്വദേശിയുമായ ദിലീപ് കുമാർ എന്ന 42-കാരനെ കഴിഞ്ഞ ദിവസം രാവിലെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസ് കൗൺസിലറുടെ മാനസിക പീഡനം കാരണമാണ് മരിക്കുന്നത് എന്നാണ് ആത്മഹത്യാക്കുറിപ്പ്. ദിലീപിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കൗൺസിലർ ഗ്രാമം പ്രവീൺ കാരണമാണ് മരിച്ചതെന്നും ആരോപിച്ച് ഇതിനു പിന്നാലെ കുടുംബം രംഗത്തു വന്നു. ഇതു സംബന്ധിച്ച് ദിലീപിന്റെ സഹോദരൻ രാജീവ് നെയ്യാറ്റിൻകര പോലീസിൽ മൊഴിയും നൽകിയിട്ടുണ്ട്. തൻ്റെ കുടുംബത്തിലേക്കുള്ള കൗൺസിലറുടെ അനാവശ്യമായുള്ള കടന്നുവരവും മാനസികമായി തളർത്തിയെന്നാണ് ദിലീപിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് സഹോദരൻ രാജീവ് പറഞ്ഞു. മാനസികമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ചിലരുടെ ഇടപെടൽ അതിനകത്ത് വരുന്നത്. അത് നമ്മൾ ഒരു വാർഡ് കൗൺസിലർ എന്ന് പറഞ്ഞാണ് പറഞ്ഞിട്ടുള്ളത്. അത് എൻ്റെ അടുത്തല്ലാതെ തന്നെ വാർഡ് കൗൺസിലർ എന്ന് പറയുന്നതിൽ ഒരു ചേട്ടൻ ഒരു സൂചന നേരത്തെ തന്നതിനനുസരിച്ച് ഞാൻ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാർഡ് കൗൺസിലർ എന്ന് പറയുമ്പോൾ നമ്മുടെ വാർഡിലുള്ള കൗൺസിലർ ഉദ്ദേശിച്ചായിരിക്കും ആണ് എൻ്റെ അടുത്ത് പറഞ്ഞു അത്. അപ്പോൾ സ്റ്റേഷനിൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധമായ ഒരു അന്വേഷണം എൻ്റെ ചേട്ടനും നമുക്കും ഒരു നീതി കിട്ടത്തക്ക രീതിയിലുള്ള സത്യസന്ധമായി പോലീസ് അന്വേഷിച്ച് ഒരു നീതി ഉറപ്പാക്കി തരണം. ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ച പശ്ചാത്തലത്തിൽ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് നെയ്യാറ്റിൻകര പോലീസ് വ്യക്തമാക്കി. അതേസമയം ആരോപണം നിഷേധിച്ച കൗൺസിലർ ഗ്രാമം പ്രവീൺ ദിലീപിന്റെ ആത്മഹത്യയിൽ യാതൊരു ബന്ധവുമില്ലെന്നും വ്യക്തമാക്കി. അത് എന്തായാലും അത് നിങ്ങൾക്ക് പരിശോധിക്കാം. അത് പരിശോധിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. എൻ്റെ ഫോൺ പരിശോധിക്കാം. ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടോയെന്നും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോയെന്നും അങ്ങനെ തെറ്റായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടോയെന്നും നിങ്ങൾക്ക് പരിശോധിക്കാം. പരിശോധിച്ച് എന്ത് നിയമ നടപടികൾ എൻ്റെ പേരിൽ കൈക്കൊണ്ടാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇതിൽ നിരപരാധിയാണ്. ഇങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ആ സ്ത്രീയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന ഒരു മീഡിയേഷൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ വിളിച്ചൊരു മീഡിയേഷനിൽ ന്യൂസ് 18 നെയ്യാറ്റിൻകര.